തേജസ്സിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് പുതിയ നിയമവിശ്വാസികളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, അതാണ് യേശുക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് യേശു നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. ആദാം ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ തേജസ്സിനാൽ മൂടപ്പെട്ടിരുന്നു. ആദാം ജീവിച്ചിരുന്ന നിലവാരം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ നിലവാരമാകുന്നു. സ്വർഗത്തിൻ്റെ നിലവാരമാകുന്നതിനാൽ തന്നെ സംബന്ധിച്ചിടത്തോളം ഗ്ലോറി വസ്ത്രമായിരുന്നു, പ്രകാശത്തെ ധരിച്ചിരുന്നു. ആദാം ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ഗ്ലോറിയെ ധരിച്ചിരുന്നു. വസ്ത്രം ധരിക്കും പോലെ ആദാം പ്രകാശത്തെ ധരിച്ചിരുന്നു. ദൈവം അങ്ങനെ തന്നെയാണ്. അവിടുന്ന് വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുകയാണ്. ഗ്ലോറിയാൽ അവിടുന്ന് പൂരിതനാകുന്നു. ആ നിലവാരത്തിൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇതുവരെയും തേജസ്കരിക്കപ്പെട്ടിട്ടില്ല, തേജസ്സിൻ്റെ ഫുൾനെസ്സിലേക്ക് വന്നിട്ടില്ല. തേജസ്സിൻ്റെ ഫുൾനെസ്സിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും തേജസ്സിൻ്റെ പ്രതലത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും.